അതെ അതെ എല്ലാം കാണിക്കല്ലോ മനസ്സിനകത്ത് ഒരു 1 നും 10 നും ഇടയിലുള്ള നമ്പർ വിചാരിക്കാവോ? ഓക്കെ എന്നാ നോക്കിക്കോ, വെറുതെ നോക്കിക്കോ. നോക്കട്ടെ 1 നും 10 നും ഇടയ്ക്ക്. അല്ല, എങ്ങനെ തിങ്ക് ചെയ്യുന്ന പറയുന്ന ഒരു പാറ്റേൺ റെഡി മാത്രം കേട്ടോ. പെട്ടെന്ന് മനസ്സിനകത്ത് തോന്നുന്നത് 6, 7 ആണോ? 6 ഒന്നും ആദ്യം പറഞ്ഞു, 6 അല്ല 7 ആണോ? അവിടെ ചാടുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ, സാറിന് സന്തോഷം, സാർ ജയിച്ചു. ഈ ഫോണിൽ കാണിച്ചോളൂ. ഫോണായി കിട്ടുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1 ന് 100 ഇടയിലുള്ള നമ്പർ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കാവും. 1 ന് 100 ഇടയിൽ 2 അക്കം വരുന്ന നമ്പറാണോ വിചാരിച്ചത്? ശരി, അതിന് 2 അക്കങ്ങൾ മനസ്സിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവും. മനസ്സിനകത്ത് ഇങ്ങനെ 2 അക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം 52 എന്നാണെങ്കിൽ 52 അല്ല, ശരി, 52 എന്നാണെങ്കിൽ 5252 ശരി. അപ്പൊ എന്താണോ സാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ എന്തിനാണ് ഫോൺ തന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ, അത് പറയാം. അതിന് മുന്നേ ആ നമ്പേഴ്സ് എന്താണോ അത് ജസ്റ്റ് മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നോട്ട് പാഡ് ഉണ്ട് ഫോണിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള. അതിനകത്ത് കുറേ സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റും എൻ്റെ ഷോസിൻ്റെ ലിസ്റ്റും കുറേ ഐറ്റംസിൻ്റെ ലിസ്റ്റും ഒക്കെ ഉണ്ട്. സാർ ജസ്റ്റ് സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റിലേക്ക് ഞാനത് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു സെലിബ്രിറ്റി വിചാരിക്കുക അങ്ങനെ തരാം, നമ്പർ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്പർ 1 ന് 100 ഇടയിൽ വിചാരിച്ചോ. ഇനി മാറ്റൂ. ശരി, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ആ നമ്പർ ഒന്നുകൂടെ മനസ്സിലാകുന്ന ഒന്നാണ് വിചാരിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് എന്താണോ അത് വിചാരിച്ചോണ്ടിരിക്കുക. സാധാരണ ഞാൻ കണക്ട് ചെയ്ത് 7 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേ ബി അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്പർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സാറ് കുറച്ചുകൂടി അവരായിട്ട് തിങ്കിക്കുന്ന, സ്മാർട്ടായിട്ട് തിങ്കിക്കുന്ന കംപ്ലീറ്റ്ലി എന്നാ ഓക്കെ, കംപ്ലീറ്റ്ലി എന്നെ തെറ്റിക്കാനുള്ള കാര്യം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ആരുടെയെങ്കിലും ഒരു ഫോണിൽ നോട്ട് പാഡ് എന്തെങ്കിലും ഒന്ന് തരാമോ? സംതിങ് ഓപ്പൺ ആക്കി തരാം. സാർ, ഞാൻ ജസ്റ്റ് അതിനകത്തൊരു കാര്യം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇത് നോട്ട്സ് ഞാൻ നോട്ട്സ് മാത്രം എടുക്കുന്നതോട്ടെ, പേടിക്കുന്നത്. ശരി, അതും കട്ടിയത്. ശരി, മേ ബി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയണ്ടേ, ഇപ്പോഴും വായിക്കൊന്നും വേണ്ട. ഇത് ലോക്ക് ചെയ്ത് കയ്യിൽ തന്നെ വെച്ചോട്ടോ. സർ, ഫോർ ദ ഫസ്റ്റ് ടൈം എന്താണ് സാറ് വിചാരിക്കുന്ന നമ്പർ എന്ന് പറയാമോ? ലാസ്റ്റ് ആയിട്ട് വിചാരിച്ചോണ്ടുള്ള നമ്പർ ഇനി മാറ്റി പറയാം. എത്ര? 99. ഇതെനിക്ക് നേരത്തെ അറിയാനായിട്ടൊരു ചാൻസ് ഇല്ല. സാർ, ലാസ്റ്റ് ചാൻസ് സാർ 99 തന്നെ മതിയോ ചേഞ്ച് ചെയ്യണം? ഓക്കെ, താങ്ക് യു. ആ സാർ, ആ ഫോണൊന്ന് കൊണ്ടുവരാം. എൻ്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞു കൊടുത്തല്ല, പാസ്വേഡ് ഒന്ന് പറഞ്ഞു കൊടുത്തു. ശരി, അതിൻ്റെ ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചുതരാം. ജസ്റ്റ് ഞാനത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എവിടെയോ നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഐ തിങ്ക് കിടപ്പുണ്ട്. സാർ, ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഈ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റുന്നുണ്ട്. സാറ് പറഞ്ഞ ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു? ഓർമ്മയുണ്ട്, 7 അല്ലേ? 7 ആയിരുന്നു. ഇതിൽ ടോം ക്രൂസ് ആണ്, എല്ലാവർക്കും ആക്ടർ ടോം ക്രൂസ്. ഇതിനകത്ത് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സെലിബ്രിറ്റീസ് ആണ്. ഇതിനകത്ത് 99 വരുന്ന ആരാണെന്ന് നോക്കാവോ? ആരാ വരുന്നത്? മൈക്കിൾ ജാക്സൺ ആണ് 99 വരുന്നത് അല്ലേ? അവിടെ നിന്ന് ഓൾറെഡി റിയാക്ഷൻസ് വന്നു തുടങ്ങി. അതിനകത്ത് ഞാൻ എഴുതി വെച്ചൊരു കാര്യം എന്താണെന്ന് നോക്കാവോ? ഇത് വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? താങ്ക് യു സോ മച്ച് സാർ, സന്തോഷം കാണാൻ പറ്റിയതിലും ചെയ്യാൻ പറ്റിയതിലും. എല്ലാവർക്കും ആശംസകൾ.